അപ്പോൾ ചേട്ടായിമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ A to Z വ്ളോഗിലേക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 6-7 ദിവസമായി നമ്മളിപ്പോൾ നമ്മുടെ വ്ളോഗ് ചെയ്തിട്ട്. കാരണം ചോദിച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ പ്രശ്നമാണ്. ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഗ്രീൻ കളറായി. അപ്പോൾ നമ്മളത് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമ്മൾ വ്ളോഗ് ചെയ്യാൻ മാത്രമായിട്ട് മേടിച്ചാണ് 75,000 രൂപ കൊടുത്തിട്ട് നമ്മളത് മേടിച്ച് വളരെ നീറ്റായി കൈകാര്യം ചെയ്ത് നീറ്റായി വിൽക്കുന്ന സാധനമായിരുന്നു. പെട്ടെന്ന് അത് ഗ്രീൻ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പനിക്ക് കൊടുത്തു. ഐപ്ലാന്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ വാറണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മാറ്റി തരേണ്ടതാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് മാറ്റി തരേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഉടായ്പ് കളിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കമ്പനിക്ക് വിളിക്കൂ, നിങ്ങൾ നേരിട്ട് ഡൽഹിയിലോ അങ്ങനെ എന്താ പറഞ്ഞു. അവിടേക്ക് നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും വിളിച്ചാൽ പറ്റില്ല. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അത് മാത്രം അവിടെ അറ്റൻഡ് ചെയ്യുള്ളൂ. മറ്റുള്ള മലയാളം നമ്മൾ ഈ ഉടായ്പ് മലയാളം കൊണ്ടൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല, സാധാരണപ്പെട്ട ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അവർ അതും പറഞ്ഞ് ഒഴിയുകയാണ്. അപ്പോൾ നമുക്ക് അവർക്കറിയാം ഇതുകൊണ്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവർ നമ്മളെ ഓരോ ഉടായ്പ് പറഞ്ഞ് നമ്മളെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നടക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും 6 ദിവസമായി ഇതിൻ്റെ പുറകിൽ. എനിക്ക് എൻ്റെ പണി കാര്യങ്ങളെല്ലാം മുടങ്ങി. പിന്നെ വെറുതെ കടയൊക്കെ അടച്ച് എന്താ വെച്ചാൽ 75,000 രൂപയാണോ വരുത്, എനിക്കിപ്പോൾ ഒരു ദിവസം 10,000-2,000 3,000 കിട്ടുന്നതാണോ വരുത്. അപ്പം നമ്മൾ അതല്ലേ നോക്കുള്ളൂ, അത് ചെയ്യണമല്ലോ, അത് കിട്ടിയാലേ എൻ്റെ കാര്യങ്ങൾ വൃത്തിയായി നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായി മല്ലി കെട്ടുന്നു. ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഫുള്ള് ഉടായ്പ ലെവലാണ് അവരുടെ ലെവൽ പറയുന്നത്. ഞങ്ങൾ നേരിട്ട് വിളിച്ച് നമ്മൾ സിസ്റ്ററിനെ വെച്ച് നമ്മൾ വിളിപ്പിച്ചെന്ന് വെച്ചാൽ അവൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. അവളെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ച് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് സംസാരം കിട്ടി. പക്ഷേ ഈ ഐപ്ലാന്റ് എന്ന് പറഞ്ഞ പിള്ളേർ അവർ കൂതർ ലെവൽ സെറ്റപ്പാണ്. അവർ നമുക്കൊരു സപ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വാക്കുകൊണ്ട് മാത്രം അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തി ഇടപാടാണ്. എനിക്ക് തോന്നുന്ന സംശയം വന്നിട്ട് 28,500 രൂപ ഇതിന് ഡിസ്പ്ലേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരിപ്പോൾ ഉടായ്പ കളിക്കണമെന്ന് പറഞ്ഞാൽ 28,000 രൂപ ഇവർക്ക് എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണപ്പെട്ട ആളുകൾക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഏട്ടാ ഇന്ന പോലെയാണ് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഡിസ്പ്ലേ നിങ്ങൾക്ക് പൈസ വേണമെന്നാണ് പറയുന്നത്, ഇന്ന പോലെ പ്രശ്നങ്ങൾ പറ്റില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ ചിലവർ വിചാരിക്കും പൈസ പോയി എന്നും പറഞ്ഞും കൂടെ ഇട്ടുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഈ പൈസ അവർ മുതലെടുക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അത് ഇനി അവരുടെ കളിയണോ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ സംസാരിച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നാളെ ഉറപ്പായിട്ട് നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നാളേക്ക് ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം പറയാം, ഒരാൾ പോയി പെടരുത് കേട്ടോ. അങ്ങനെ ഈ ഐഫോൺ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ശരിക്കും ഉടായ്പ് പരിപാടി തന്നെയാണെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് നോക്കുമ്പോൾ പൊതുവെ സമൂഹത്തിൽ നടക്കുമ്പോൾ തന്നെ തെറ്റ് ചെയ്യാത്തവൻ കുറ്റവാളിയും തെറ്റ് ചെയ്യണവൻ നിരപരാധിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തം വരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സാധാരണപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ സ്വാധീനമുള്ളവർക്ക് മുൻപന്തിയുണ്ട്, സ്വാധീനം ഇല്ലാത്തവർക്ക് ബാക്കിലാണ്. എന്താ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിരപരാധിയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ലെവലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ 6-7 ദിവസമായിട്ട് കിട്ടുന്നത്. ഇന്നടക്കം ഞാൻ പോയി, ഇന്ന് കട മുടക്കിയിട്ട് പോയി. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നേ ഉള്ളൂ. എനിക്ക് ചീരഴിഞ്ഞ് വയ്യ, എനിക്ക് പരിപാടിയെ വേണ്ട, അല്ലെങ്കിൽ ഈ സാധനം വെച്ചടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നതാണ്. എന്താ വെച്ചാൽ എനിക്കത് വേണ്ട. എന്താ വെച്ചാൽ എന്തിനീ മല്ലിക്കെട്ടിയിട്ട് ഇപ്പോൾ അവരുടെ അടുത്ത് കൈയും കാലം പിടിച്ചിട്ട് പോകണം. നമുക്ക് വേറെ നമുക്ക് കിട്ടാനുള്ള നമുക്ക് ഒരു ഇതാണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. ഇനി 10, 12, 14 ദിവസം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് അത് വലിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഡെഡാക്കി വിടാനാണ്. വലിപ്പിച്ച് വിടുമ്പോൾ ലാസ്റ്റ് ചേട്ടാ നിങ്ങളുടെ ഇത് കഴിഞ്ഞു, നിങ്ങൾ നേരത്തെ പറയായിരുന്നില്ലേ പറഞ്ഞാൽ നമ്മൾ സാധാരണപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും, തൊലഞ്ഞു പോകുമെന്ന് പറഞ്ഞ് വിടാനല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഫോൺ മേടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ഫുൾ വാറണ്ടി ഉണ്ടോ, എങ്ങനെയാണ് അതിന് വാറണ്ടി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ നിങ്ങൾ തരും, എല്ലാം ചോദിക്കണം. നമ്മൾ ഓടിപ്പോയി പെട്ടെന്ന് ഫോൺ മേടിക്കും. 3 ദിവസം കൊണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെ ഉടായ്പ കാണിച്ച് എന്ത് ചെയ്യാൻ പറ്റും പറയും. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും, നമ്മുടെ ചേട്ടായിമാരുടെ അടുത്തും, നമ്മളെല്ലാവരുടെ അടുത്തും, അമ്മ പെങ്ങന്മാരെന്നല്ല എല്ലാ ചേച്ചിമാരുടെ അടുത്തും ആയിക്കോട്ടെ, ചേട്ടന്മാരുടെ അടുത്തായിക്കോട്ടെ, ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ കുട്ടികളൊക്കെ വരുന്ന ഈ ഫോൺ മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എല്ലാവരുടെ അടുത്തും കൂടി പറയണേ, എല്ലാവരും നോക്കി കൈകാര്യം ചെയ്യുക. അതിപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ. എനിക്ക് ഒരാഴ്ചയായിട്ട് ശരിക്കും ഉറപ്പില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ഉറപ്പില്ലാത്ത ഡിസ്പ്ലേ പോയതിനല്ല, എനിക്ക് എൻ്റെ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വ്ളോഗ് ശരിക്കും വളരെ നാച്ചുറലായിട്ട് വളരെ ഡീസൻ്റായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഇനി ചെയ്യണം പറഞ്ഞാൽ വേറെ പുതിയ ഫോൺ മേടിക്കണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വൈഫിൻ്റെ ഫോണിൽ നിന്നാണ് നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടണമെന്ന് എനിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ക്ലാരിറ്റിയോട് കൂടി തന്നെ വരും. ആ ഫോൺ എന്താവും ഏതാവും എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു വരുന്നതും പറഞ്ഞതും എല്ലാം ഇങ്ങനെയാണ്. ഒരു ഫോൺ മേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മേടിക്കുക. ഈ ഐഫോൺ കാര്യം പറയാനൊക്കെ പറ്റുള്ളൂ, പക്ഷെ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലാണ് നമ്മൾ മനസ്സിലായത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മേടിക്കുമ്പോഴാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാം പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ മേടിക്കുക, കൊടുക്കുക, ഇടപാടുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയറി പോകുന്ന വഴിയാണ് കാണുന്നത്. സ്റ്റെപ്പ് ഒരു പരിപാടി ഒന്നും എനിക്കറിയില്ല, നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ 2-3 ദിവസം നടന്ന ചിറ്റിത്തിരിച്ചലിൻ്റെ ആ ഭാഗമായിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിൽ, നമ്മുടെ ചേട്ടായിമാരായാലും എല്ലാവരുടെ മുന്നിൽ നമുക്കിത് കാണിക്കണം എന്നുള്ളൊരു മൈൻഡ് അഗ്രതായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. മനസ്സിലായല്ലോ? അല്ലാതെ വേറെ ഒന്നുമല്ല, അല്ലാതെ ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടുമല്ല. അപ്പോൾ
എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, ബായ്. ഇനി അടുത്തത് നമ്മൾ നോക്കാം. അടുത്തവർ എന്ത് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോ വരികയാണെങ്കിൽ വീഡിയോ ഞാൻ ഇടാം. നിങ്ങൾക്ക് പറ്റുന്നത് എല്ലാവർക്കും അറിയാൻ പാകത്തിനുള്ള അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്ത് തിരിച്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാട്ടിത്തരാം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ 5-6 ദിവസം ഇതിൽ പുറകെ നടന്നപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവരെന്താ കാട്ടുന്നത് എന്താ കാട്ടുന്നില്ല എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.